PV അൻവർ ആരോപണം ഉന്നയിക്കുന്നു. സ്പീക്കർക്ക് രാജിക്കത്ത് അദ്ദേഹം കൈമാറിക്കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി സ്പീക്കർ ഈ കത്ത് സ്വീകരിക്കണം. അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. അരുൺ ചേരുന്നു നമുക്കിപ്പോൾ. VV അരുൺ, ഒരു കാര്യം വ്യക്തമാണ്, അൻവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അൻവറിന്റെ ലക്ഷ്യം UDF എന്ന് തന്നെയാണ്. അതായത് UDF രാഷ്ട്രീയത്തിലേക്ക് എത്താനുള്ള, UDF മുന്നണിയിൽ ചേരാനുള്ള വഴി അടയുന്നു എന്ന സൂചന വന്നപ്പോൾ MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നിരുപാധിക പിന്തുണ നൽകി വീണ്ടും മത്സരിക്കുക, അതാണോ അൻവറിന്റെ ലക്ഷ്യം? അങ്ങനെ കരുതാനാകില്ല. അൻവർ ഇനി മത്സരിക്കാനില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറയുന്നത്. അദ്ദേഹം മത്സരിക്കില്ല, അതാണ് അതിന്റെ ഒരു വസ്തുത. പകരം UDFന് പിന്തുണ പ്രഖ്യാപിക്കും. പക്ഷെ അവിടെ അൻവർ ചെയ്ത മറ്റൊരു കടുങ്കൈ എന്ന് വേണമെങ്കിൽ പറയാം. UDFൽ ആര് സ്ഥാനാർത്ഥിയാകണം? സ്വാഭാവികമായും കഴിഞ്ഞ തവണ VV പ്രകാശ് മത്സരിച്ചു. അതിനു മുമ്പ് ആര്യാടൻ ഷൗക്കത്താണ് അൻവറിനെതിരെ മത്സരിച്ചത്. ഇപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടാണ് അൻവർ ഇപ്പോൾ ഏതായാലും UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് UDFൽ വീണ്ടും ഒരു കലഹത്തിന് വഴിമരുന്നിട്ടാണ് PV അൻവർ ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. താൻ മത്സരിക്കാനില്ല. സ്വാഭാവികമായി നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ രാജ്യസഭാ സീറ്റ് പോലുള്ള വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അവിടെ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കുന്നത്. അൻവറോടെ മത്സരിക്കുന്നെങ്കിൽ ഒന്നുകിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കണം, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് UDFന് പിന്തുണ തേടണം. രണ്ടും നടക്കില്ലെന്ന് ഉറപ്പായതോടുകൂടി അദ്ദേഹം UDFന് പിന്തുണ എന്ന ഒരു തന്ത്രത്തിലേക്ക് എത്തുന്നത്. എത്രത്തോളം അത് അദ്ദേഹത്തിന് വിജയിപ്പിക്കാനാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും എന്നോടൊപ്പം ഡാൻ കുര്യൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാൻ, UDFൽ ഒരു കലാപത്തിന് വഴിമരുന്നിട്ടാണോ ഇപ്പോൾ അൻവർ ഇവിടെ ഈ UDFന്റെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച് ഇവിടെ നിന്ന് പോകുന്നത്? അതിന് ഏറ്റവും പ്രസക്തമായ കാര്യം, അൻവറിന് UDF പ്രവേശനത്തിന്റെ തടസ്സം എന്തായിരുന്നുവെന്ന് ഇന്ന് പരോക്ഷമായിട്ടെങ്കിലും വ്യക്തമായിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അദ്ദേഹം ഇവിടെ ഇരുന്ന് ആവർത്തിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒഴിച്ച് രാഹുൽ ഗാന്ധിയോട് നേരത്തെ മാപ്പ് പറഞ്ഞാണ്. മാപ്പ് പറയാൻ അവശേഷിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരെ സഭയിൽ നടത്തിയ പരാമർശത്തിൽ മാത്രമാണ്. ആ പരാമർശം കൃത്യമായി അദ്ദേഹം തിരുത്തിയിരിക്കുന്നു. അത് തിരുത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ UDF പ്രവേശനം ഏതാണ്ട് അരങ്ങൊരുങ്ങിയ മട്ടാണ്. ഒരു കാര്യം കൂടെ വ്യക്തമാകുകയാണ്, അദ്ദേഹം രാജിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് തന്നെ VS ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നൊരു ഉറപ്പ് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു കൃത്യമായ തിരക്കഥ തന്നെ അത് കണ്ടറിയണം. ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് മറ്റൊരു വഴി തേടിയാൽ അതിൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. അതായത് പരോക്ഷമായി അദ്ദേഹം ഒരു കൃത്യമായ തിരക്കഥയുടെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്ന എല്ലാ പരാമർശങ്ങളും നടത്തിയത്. നമ്മൾ നേരത്തെ പലതവണ ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ കേൾക്കാത്ത ഉത്തരവുമായി ഇന്ന് അദ്ദേഹം വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ രചിച്ചത് ഏത് കോൺഗ്രസ് നേതാവാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് സൈത്ത്. PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം അവിടെ തന്റെ സ്ഥാനാർത്ഥി നിർദ്ദേശിക്കുന്നു. UDF ചേർത്തിന്റെ കൂടി അറിവോടുകൂടിയാണ് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അവശേഷിക്കുന്ന സംശയം ഇതാണ്, നിലമ്പൂർ സീറ്റ് എന്നേക്കുമായി UDFന് അല്ലെ കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു പിന്മാറ്റമാണോ അൻവർ ലക്ഷ്യമിടുന്നത്? അതൊരു മോശമായ തെറ്റായ രാഷ്ട്രീയ തീരുമാനമായി അൻവർ കാണുന്നില്ലേ? സൈത്ത്, നിലമ്പൂരിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകില്ല എന്ന് അൻവറിനെ നേരത്തെ തന്നെ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ. മറ്റു ചില സീറ്റുകൾ പോലും ലീഗിന്റെ സ്വാധീനത്തിലുള്ള, ലീഗിന് വലിയ സ്വാധീനമുള്ള പല സീറ്റുകളിലും അൻവറിന് താല്പര്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ പലതവണ ചർച്ചയായതാണ്. ഒരുപക്ഷെ ഈ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ നിലമ്പൂർ വിട്ടുകൊടുക്കുകയും മറ്റേതെങ്കിലും UDF കോട്ടയിൽ നിരവധി സീറ്റുകളുണ്ട്. മലബാറിൽ, വയനാട്ടിൽ തന്നെ വേണമെങ്കിൽ മത്സരിക്കാം. കോഴിക്കോട്ടും വയനാടുമായി അതിർത്തി പങ്കിടുന്ന ചില മേഖലകളുണ്ട്, അവിടെ മത്സരിക്കാം. അങ്ങനെ പലയിടത്തും UDFന്, മുസ്ലിം ലീഗിന് കുറച്ചുകൂടി സ്വാധീനമുള്ള മേഖലകളിൽ അനായാസം ജയിച്ചു വരാൻ അൻവറിന് കഴിഞ്ഞേക്കാം. അങ്ങനെ ഒരു ധാരണയൊക്കെ പിന്നീടുണ്ടാകാം. നിലമ്പൂരിൽ നിന്നുള്ള അവകാശവാദം അൻവർ ഉപേക്ഷിക്കുന്നു. നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നു. അവിടെ UDFനെ ജയിപ്പിക്കും. അതിന് പകരമായി മറ്റു സീറ്റിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF ഒരുപക്ഷെ ഘടകകക്ഷിയെ തൃണമൂലിനെ ഉൾപ്പെടുത്തിയ ശേഷമാകാം, അല്ലെങ്കിൽ അൻവറിനെ അല്ലാതെയും അവിടെ അക്കോമഡേറ്റ് ചെയ്താൽ അതിശയിക്കാനല്ല. ഏതായാലും നിലമ്പൂരിലുള്ള അവകാശവാദം അൻവർ വിട്ടുകൊടുക്കുകയാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്ത് ഒഴികെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഒരുപക്ഷെ അൻവർ പിന്തുണച്ചേക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി അൻവറിന്റെ വാർത്താ സമ്മേളനം നമ്മൾ ഈ രാജിക്ക് ശേഷമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായും എടുത്ത് കാണിക്കേണ്ടത്. അതൊന്ന്, ഈ VD സതീശനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. അവിടെ UDFന് നിലമ്പൂരിൽ പിന്തുണ നൽകുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. സതീശനോട് മാപ്പ് പറയുന്നു. മറ്റൊന്ന്, നമ്മൾ ഏറെ നാൾ ചർച്ച ചെയ്ത എന്തുകൊണ്ട് ആരാണ് അൻവറിനെ പിണറായി വിജയൻ താൻ അദ്ദേഹം പിതൃതുല്യനായി കണ്ട
പിണറായി വിജയനെതിരെ ഇറക്കി വിട്ടത് അത് CPM-നുള്ളിൽ തന്നെയുള്ള നീക്കമെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് അൻവർ ശരിവയ്ക്കുന്നു. CPM-നുള്ളിൽ തന്നെയാണ് PV അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ ഒരു കൊട്ടാര വിപ്ലവത്തിന് ശ്രമം നടന്നത്. അത് ആരെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഉന്നത ശ്രേണിയുടെ നേതാക്കൾ തന്നെയെന്ന് അദ്ദേഹം പറയുന്നു. പല ആളുകൾക്ക് നേരെയും സംശയ മുന നീണ്ടേക്കാം. ഏതായാലും കോൺഗ്രസിൽ ഒരു വശത്ത് സമവായവും മറുവശത്ത് സ്ഥാനാർത്ഥി നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ CPM-നുള്ളിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ചില വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് അൻവർ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. MLA സ്ഥാനത്ത് രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ ശ്രമമുണ്ടായതും അതും പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ അത്തരമൊരു ശ്രമമുണ്ടായതിന് പിന്നിൽ വളരെ കൃത്യമായി CPM-യുടെ നിർദ്ദേശം CPM നേതാക്കളുടെ ഒരു വിഭാഗത്തിന്റെ പിണറായിക്കെതിരെയുള്ള നീക്കമായി തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് PV അൻവർ ഇവിടെ ചെയ്തത്. യെസ്, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. അൻവറിന് UDF-ലേക്ക് എത്താനുള്ള തടസ്സങ്ങളിൽ 2 പ്രധാനപ്പെട്ട തടസ്സങ്ങൾക്ക് അൻവർ തന്നെ പരിഹാരം കണ്ടെത്തുന്നു. ഒന്ന്, നിലമ്പൂർ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് മുന്നണി നേതൃത്വത്തിനെ കോൺഗ്രസിനെ അറിയിക്കുന്നു. 2, VD സതീശനുമായുള്ള അകൽച്ച ഇല്ലാതാക്കാൻ നിരുപാധികമായി VD സതീശനോട് മാപ്പ് അർഹിക്കുന്നു, മാപ്പ് തേടുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശ വിഷയത്തിലടക്കം അദ്ദേഹം വീണ്ടും പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് UDF-മായി ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ ശ്രമങ്ങൾ നടത്തുന്നു അൻവർ എന്നതാണ്. അതായത് അൻവറിന്റെ ലക്ഷ്യം UDF പൊളിറ്റിക്സ് ആണ്. അത് നിലമ്പൂർ സീറ്റ് വിറ്റുകൊടുത്തുകൊണ്ട് മറ്റു ചില ധാരണകളിലേക്ക് പോകുന്നു എന്ന് കൂടിയാണ്. അരുണ്, ഈ അൻവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് അൻവർ CPM-നും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങൾ കുറേ നാളുകളായി ദീർഘമായി ഉന്നയിക്കുന്നതാണ്. ഇവിടെ CPM-നകത്ത് വീണ്ടും ഒരു വെടി പൊട്ടട്ടെ എന്ന ലക്ഷ്യം കൂടിയാണോ ശശിക്കെതിരായ നീക്കം CPM-ലെ ഒരു വിഭാഗം നടത്തിയതാണ് എന്ന കാര്യം അരുൺ അടക്കം ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ പേര് പരാമർശിക്കാൻ അൻവർ തയ്യാറായിട്ടുമില്ല. തീർച്ചയായിട്ടും CPM-ൽ ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വളരെ വ്യക്തമായിരുന്നു. PV അൻവറിന്റേത് ഏകപക്ഷീയ നീക്കമല്ല, ഒറ്റയ്ക്കായി അദ്ദേഹം നടത്തുന്ന നീക്കമല്ല. പിണറായി വിജയനെതിരെ P ശശിക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം പിണറായി വിജയനായിരുന്നു. PA മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയായിരുന്നു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്നു. അവിടേക്കുള്ള നീക്കമാണ് PV അൻവർ നടത്തിയത്. ആദ്യഘട്ടത്തിൽ വലിയ പിന്തുണ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടി അണികൾ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ ഒരു നീക്കം, അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് PV അൻവറിനെ CPM-ൽ നിന്ന് പുറത്തേക്ക്, ആ പടിക്ക് പുറത്തേക്ക് ആക്കിയത്. അവിടെയാണ് ആരാണോ ഇപ്പോൾ അൻവർ പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് ഇറക്കി വിട്ട 2 ദിവസത്തോളം 48 മണിക്കൂറോളം തന്റെ ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന ഒരു സംഘം ആളുകളുണ്ട്, ഉന്നത ശ്രേണിയുള്ള ആളുകളുണ്ട്. അവർ പിന്നീട് പിന്മാറുകയായിരുന്നു. അവിടെ പിണറായി വിജയൻ രാഷ്ട്രീയ നീക്കം വിജയിക്കുകയായിരുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ CPM രാഷ്ട്രീയത്തിൽ ചർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം ചില പേരുകളൊക്കെ A വിജയരാഘവനെ പോലുള്ള നേതാക്കളുടെ പേരൊക്കെ പൂർണ്ണമായും അദ്ദേഹം ഒരിക്കലും മാത്രം നീക്കം നടത്തിയ ആളല്ല അതുപോലെ അദ്ദേഹത്തെ സംരക്ഷിച്ച നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ചില സംശയത്തിന്റെ വിത്തുകൾ അവിടെയും ഇവിടെയും പാകിക്കൊണ്ട് തന്നെയാണ് PV അൻവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. CPM-നുള്ളിൽ ഇതിന് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. ആരാണ് പിണറായിക്കെതിരെ നീക്കം നടത്തിയ ചോദ്യം വീണ്ടും ഉയർന്നു വരും. ആരാണ് PV അൻവറിനെ കൊണ്ട് പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിപ്പിച്ചത്? പിണറായി വിജയൻ ലക്ഷ്യമിട്ട് ആരാണ് കൊട്ടാര വിപ്ലവത്തിന് PV അൻവറിനെ അതിലെ പടയാളിയായി ഇറക്കിവിട്ട് അല്ലെങ്കിൽ സൈന്യാധിപനായി ഇറക്കിവിട്ടതെന്ന ചോദ്യമാണ് ഇനി CPM രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ പോകുന്നത്. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം ഇതും സ്വാഭാവികമായും വലിയ ചർച്ചയായി മാറുമെന്ന് ഉറപ്പാണ്. യെസ്, അരുൺ, ഡാൻ കുര്യൻ അടുത്തുണ്ടെങ്കിൽ ഒരു കാര്യം അറിയേണ്ടത്, ഈ നിലമ്പൂർ സീറ്റിൽ ഇപ്പോൾ അൻവറിന്റെ പ്രതികരണം വീണ്ടും അരുൺ ഡാൻ കുര്യൻ അടുത്തുണ്ടെങ്കിൽ ഒരു കാര്യം സംശയം. അതായത് നിലമ്പൂർ സീറ്റിൽ ജോയിയെ മത്സരിപ്പിക്കണം, ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറയുന്ന അൻവറിന്റെ നിലപാടിനോട് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നത് പ്രസക്തമാണല്ലോ. കാരണം അവിടെ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള അൻവറിന്റെ നീക്കത്തിന് അതേപടി നിന്നു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായേക്കുമോ? എന്തായിരിക്കും ഇത് സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും നീക്കവും? എന്തു പറയും ഡാൻ? സജിത്ത്, അല്പസമയത്തിനകം MM ഹസന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നത് ഡാൻ സജിത്ത് ചോദിക്കുന്നത് ഈ ഒരു സ്ഥാനാർത്ഥിയെ, അതായത് UDF നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു. പക്ഷേ നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകണം? അതൊരു ജാതിയുടെ അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂടിയാണ് അൻവർ പറയുന്നത്. അങ്ങനെ ഒരു അൻവറിന്റെ ഒരു നിർദ്ദേശത്തെ അല്ലെങ്കിൽ അദ്ദേഹം റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം അനുവദിച്ചു കൊടുക്കും. അദ്ദേഹം മുമ്പോട്ട് വെച്ച റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന വാക്ക് അത് അൾട്ടിമേറ്റ് ഡിമാൻഡ് ആയതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ് അവിടെ UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്ന് പറയുന്നത്. പ്രാദേശികമായി അവിടെ നിലനിന്നിരുന്ന നിലമ്പൂരിൽ മലപ്പുറത്ത് കോൺഗ്രസിനുള്ളിൽ നിലനിന്നിരുന്ന ചില തർക്കങ്ങളുണ്ട്. അൻവറിന് UDF പ്രവേശനത്തിന്റെ തടസ്സമായി മാറിയത് പ്രാദേശികമായ എതിർപ്പുകൾ ഒരു പ്രധാന ഘടകമായിരുന്നു.
ആ പ്രാദേശികമായ എതിർപ്പിലെ ഒന്നാമത്തെ കാര്യം, നിലമ്പൂരിൽ അൻവർ തന്നെ UDF സ്ഥാനാർത്ഥിയാവുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ ആ സീറ്റ് കാംക്ഷിച്ചിരുന്ന ഒരുപാട് UDF നേതാക്കളുണ്ട്. അവരാണ് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അൻവറിന്റെ UDF പ്രവേശനത്തിന് തടസ്സമായി നിന്നത്. അവിടെ താൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് പറയുന്നവരുടെ ആ നേതാക്കന്മാർക്കൊക്കെ ആശ്വസിക്കാം. ആരാണ് ഷൗക്കത്തിനോ? അവിടെയാണ് ചോദ്യം. ആര്യാടൻ ഷൗക്കത്ത് മറിച്ചൊരു വഴി തെരഞ്ഞെടുക്കുമോ? നമുക്കറിയാം, ഇന്ന് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അത്ര കണ്ട് നിസ്സാരമായി ഒരു പരിഹാസ രൂപേണ തള്ളിക്കളയാൻ കഴിയില്ല. അതിന് ഗൗരവതരമായ ഒരു മറ്റു തലം കൂടിയുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനോട് അവമതിപ്പുള്ള ഒരു ആരോ അൻവറിന് പിന്നിലുണ്ട്. അത് പിന്തുണ നൽകുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ആ കോൺഗ്രസ് നേതാക്കളിൽ സമുന്നതരായ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ആ കാര്യങ്ങളിൽ വ്യക്തത വേണം. പ്രത്യേകിച്ച് പ്രാദേശികമായി വലിയ തരത്തിലുള്ള സ്വാധീനമുള്ള വ്യക്തി ജോയി തന്നെ സ്ഥാനാർത്ഥിയാകും അവിടെ. അതിനുള്ള ഒരു 80% സാധ്യത അത് തള്ളിക്കളയാനാവില്ല. അങ്ങനെ ജോയിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എങ്കിൽ അവിടെ PV അൻവർ വീണ്ടും ഒരു കലാപക്കൊടി ഉയർത്തും. അത് UDF-ന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. അതായത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സാഹചര്യത്തെ നേരത്തെ പിണറായി വിജയനെതിരെ CPM-ൽ നിന്ന് ആരോ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ജോയിയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് അവിടെ കൊണ്ടുവരണം. അത് കോൺഗ്രസിന് പുറത്തുനിന്ന് തന്നെ ഒരു ഡിമാൻഡായി അൻവർ വെക്കുമ്പോൾ കുറച്ചുകൂടി കോൺഗ്രസിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പമായി. ഇതും അൻവറിനെ കൊണ്ട് ഏതോ കോൺഗ്രസ് നേതാക്കൾ ചെയ്യിച്ചതെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അതാണ് സാഹചര്യം.